അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബഷീർ സലഫിയുടെ കളവുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി പലതവണ അദ്ദേഹം ആവർത്തിച്ചിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈയിടെ നടത്തിയിട്ടുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത കഥയെ തെളിവാക്കി ഉദ്ധരിച്ചതിനെ വിശദീകരിക്കാനാണ് ഈ സംസാരിക്കുന്നത്. അതായത് പ്രമുഖ സ്വഹാബിയും പ്രവാചകന്റെ കവിയുമായി അറിയപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മദീന കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ മരണപ്പെട്ടുപോയ മക്കയിലെ ഖുറൈശികളിൽ പെട്ട മുത്ഇം ബിൻ അദിയ് എന്ന മുശ്രിക്കായ മനുഷ്യനെ അദ്ദേഹത്തിന്റെ മരണശേഷം ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രശംസിക്കുകയും പുകഴ്ത്തിപ്പാടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുശ്രിക്കുകളെ വാഴ്ത്താനും പുകഴ്ത്താനും ഒക്കെ ഇത് തെളിവാണ് എന്ന് ബഷീർ സലഫി സംസാരിച്ചതായി ഒരു ക്ലിപ്പിലൂടെ കേൾക്കാൻ സാധിച്ചു. എവിടെ നിന്നാണ് ഇതിന് അദ്ദേഹത്തിന് തെളിവ് കിട്ടിയത് എന്നറിയില്ല. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ലഈഫാണോ സഹീഹാണോ എന്നൊന്നും നോക്കാതെ കിട്ടിയതൊക്കെ എടുത്തുദ്ധരിക്കുകയും ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളതും സലഫുകൾ വിശദീകരിച്ചതുമായ കാര്യങ്ങളെ വളച്ചൊടിക്കുകയും ചെയ്യുക എന്ന ഒരു പുതിയ രീതിയിലാണ് അദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏതോ കിതാബിൽ കണ്ടു, കിട്ടി, കേട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈണത്തിൽ പാടിയാണ് പതിവ് പോലെ ഇതും അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു കവിത ഒരു തെളിവായി കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ അവലംബം എന്താണ്? അത് സ്വീകാര്യോഗ്യമാണോ അല്ലേ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ എന്നതാണ്. അദ്ദേഹം പറയുന്നത് ഇബ്നു ഹിഷാം അദ്ദേഹത്തിന്റെ സീറയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ്. പ്രസിദ്ധമായ നബിചരിത്ര ഗ്രന്ഥമാണ് സീറത്ത് ഇബ്നു ഹിഷാം, ഇബ്നു ഹിഷാമിന്റെ സീറത്ത് നബി. ആ പുസ്തകം ഇബ്നു ഹിഷാം രചിച്ചത് അദ്ദേഹം തന്നെ അതിന്റെ ആമുഖത്തിൽ വിശദീകരിച്ചിട്ടുള്ളതനുസരിച്ച് മറ്റു പണ്ഡിതന്മാർ എഴുതിയതനുസരിച്ചും തന്റെ മുന്നേ ജീവിച്ച പ്രമുഖ ചരിത്രകാരനായി അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഇസ്ഹാഖിന്റെ ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ടാണ്. അസ്സീറ എന്ന ഇബ്നു ഇസ്ഹാഖിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഇബ്നു ഹിഷാം തന്റെ സീറ രചിച്ചു. ഇബ്നു ഇസ്ഹാഖിന്റെ സീറയിലുള്ള പലതും വിശ്വാസയോഗ്യമായി തോന്നാത്ത പലതും അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ടെന്നും ചുരുക്കിയിട്ടുണ്ടെന്നും ഇബ്നു ഹിഷാം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ബഷീർ സലഫി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മുശ്രിക്കിനെ പുകഴ്ത്തി എന്ന് പറയുന്ന കവിത ഇബ്നു ഇസ്ഹാഖിന്റെ സീറയിൽ എവിടെയും കാണാനില്ല, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലുമില്ല. അപ്പൊ ഇബ്നു ഇസ്ഹാഖിന്റെ സീറയിൽ നിന്നല്ല അത് അവലംബിച്ച് രചന നടത്തിയിട്ടുള്ള ഇബ്നു ഹിഷാമിന് ലഭിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അപ്പോൾ പിന്നെ എവിടെ നിന്ന് കിട്ടി? അത് ഇബ്നു ഹിഷാമും വ്യക്തമാക്കിയിട്ടില്ല. ആര് ഉദ്ധരിച്ചതാണ്, എവിടെ നിന്ന് കിട്ടിയതാണ്, ഇതൊന്നും വ്യക്തമല്ല. വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ അവരാരും അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരാളും ഇതിന്റെ ഒരു അടിസ്ഥാനം, അതിന്റെ സനദ് വ്യക്തമാക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു കവിതയാണ് മുശ്രിക്കിനെ പുകഴ്ത്തി എന്നതിന് തെളിവാക്കി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ സീറയിൽ ഇത് പ്രസ്താവിച്ചിട്ടില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഹിജ്റ 151 ഇബ്നു ഇസ്ഹാഖ് മരണപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 62 കൊല്ലം കഴിഞ്ഞ് മരണപ്പെട്ട ഹിജ്റ 213 ഇബ്നു ഹിഷാം അദ്ദേഹത്തിന്റെ സീറയിൽ ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അവലംബവും ഇതിന് ഇബ്നു ഹിഷാം കൊടുത്തിട്ടില്ല. ഏത് ചരിത്രഗ്രന്ഥമാണെങ്കിലും അടിസ്ഥാനമില്ലാതെ കൊടുക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ്. പ്രത്യേകിച്ച് അഖീദയുമായോ മറ്റോ ഇസ്ലാമിക വിധികളുമായോ ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ ഇബ്നു ഹിഷാം അദ്ദേഹത്തിന്റെ സീറയിൽ വഖാല ഹസ്സാൻ ബിൻ സാബിത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതെവിടുന്ന് കിട്ടി, ആരുദ്ധരിച്ചു എന്ന് ഒന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പിന്നീട് ഇതിനുശേഷം നമുക്ക് ആദ്യമായി കാണാൻ കഴിയുന്നത് ഈ ഇബ്നു ഹിഷാമിന്റെ ഗ്രന്ഥമാണ്. ഹിജ്റ 213 മരണപ്പെട്ട. അതിന്റെ മുമ്പ് മറ്റാരും ഉദ്ധരിച്ചതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പരിശോധനയിൽ. അതിനുശേഷം ഹിജ്റ 230 മരണപ്പെട്ട ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ അത്തബഖാത്തുൽ കുബ്രയിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇതിന് ഒരു അവലംബവും കൊടുത്തിട്ടില്ല. ഹിജ്റ 310 മരണപ്പെട്ട ഇമാം തൊബരി അദ്ദേഹത്തിന്റെ താരീഖ് തൊബരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇതിന് തെളിവ് കൊടുത്തിട്ടില്ല. പിന്നെ ഹിജ്റ 620 മരണപ്പെട്ട ഇബ്നു ഖുദാമ, അതിനുശേഷം ഹിജ്റ 748 മരണപ്പെട്ട ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറു അലാമിൻ നുബല എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇത് ദുർബലമാണ് എന്ന നിലക്കാണ് ഇമാം ദഹബി ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. ചരിത്രകാരൻ എന്നതിനപ്പുറം അതുപോലെ തന്നെ സീറ അല്ലെങ്കിൽ സഹാബികളെ മറ്റ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത് എന്നതിനപ്പുറം ഹദീസുമായി ബന്ധപ്പെട്ട ഒരു പണ്ഡിതനും നിരൂപകനും കൂടിയാണ് ഇമാം ദഹബി. അദ്ദേഹം പറയുന്നത് ഫറദാഹു ഹസ്സാൻ ബിൻ സാബിത്തിൻ ഫീമാ ഖീല എന്നാണ്. വഖീല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടതനുസരിച്ച്. ആര് പറഞ്ഞു, അവിടെ പറഞ്ഞൊന്നുമില്ല. അപ്പൊ ഒരു അവലംബം അല്ലെങ്കിൽ സനദ് ഇല്ല എന്നതുകൊണ്ടാണ് ഫീമാ ഖീല പറയപ്പെടുന്നതനുസരിച്ച് ഹസ്സാൻ ബിൻ സാബിത്ത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രയോഗത്തിൽ തന്നെ ഇത് ദുർബലമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഹദീസ് പണ്ഡിതന്മാർ
ദുർബലമായ റിപ്പോർട്ടുകൾക്ക് അതിന് സൂചന നൽകിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. തംരീള് എന്ന് അതിന് പറയും. രോഗമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗം. അതിൽ നിന്ന് തന്നെ ഇത് സ്വീകാര്യോഗ്യമല്ല എന്ന് വ്യക്തമാകും. പിന്നീട് ഹിജ്റ 774 മരണപ്പെട്ട ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായ വന്നിഹായയിലും അദ്ദേഹത്തിന്റെ തന്നെ അസീറത്തുൻ നബവിയ്യ എന്ന പ്രവാചക ചരിത്ര ഗ്രന്ഥത്തിലും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ട് സ്ഥലത്തും ഇതിന്റെ അവലംബം വ്യക്തമാക്കിയിട്ടില്ല. ഹിജ്റ 911 മരണപ്പെട്ട സുയൂത്തി അദ്ദേഹത്തിന്റെ ശർഹു ഷവാഹിദിൽ മുഗ്നി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇതിന് ഒരവലംബവും വ്യക്തമാക്കിയിട്ടില്ല. ഹിജ്റ 1122 മരണപ്പെട്ട സർഖാനി അദ്ദേഹത്തിന്റെ ഷർഹു സർഖാനി അലൽ മവാഹിബിൽ ലദുനിയ്യ ബിൽ മിനഹിൽ മുഹമ്മദിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ചു. അതിൽ അദ്ദേഹം കൊടുക്കുന്ന വദക്കറൽ ഫാക്കിഹി ബി ഇസ്നാദിൻ മുർസലിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, മുർസലായ ഒരു സനദനുസരിച്ച്. അപ്പോ സഹാബികൾ ആരും ഉദ്ധരിച്ചിട്ടില്ല, താബീങ്ങളിൽപ്പെട്ട ചില ആളുകൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് എന്നാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഏത് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും വ്യക്തമായ അവലംബമില്ലാതെ ഇനി പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെ ഇതിന് ഒരു ദുർബലത ഉണ്ട് എന്ന് ഇപ്പറഞ്ഞ രണ്ടാളുകൾ സൂചിപ്പിച്ചതുപോലെ, ദർഖാനിയും അതുപോലെ തന്നെ ഇമാം ദഹബിയും സൂചിപ്പിച്ചതുപോലെ ദുർബലമാണ് എന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള വിധത്തിലാണ് ഇതിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രശംസിച്ചു പാടി എന്ന് പറയാവുന്ന ഒരവലംബവും ഈ വിഷയത്തിൽ കണ്ടെത്താൻ കഴിയുകയില്ല. മാത്രമല്ല ഇബ്നു ഖുദാമ തന്റെ ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ചപ്പോൾ ഹസ്സാൻ ബിൻ സാബിത്ത് ഞാൻ മുത്ഇബ് ബിൻ അദിയിനെ കുറിച്ച് അനുശോചന കാവ്യം അല്ലെങ്കിൽ കവിത പറയും എന്ന് പറഞ്ഞപ്പോൾ സഹാബികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, കൈഫ തർസി റജുലൻ കാഫിറൻ, കാഫിറായ ഒരാളെ, മുശ്രിക്കായ ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ മർസിയത്ത് നടത്തുക, അനുശോചനമായി സംസാരിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഫഖാല അഷ്കുറു ലഹു മാ സനഅ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പ്രവർത്തിച്ചതിന് ഞാൻ അദ്ദേഹത്തിന് നന്ദി പ്രകടിപ്പിക്കുകയാണ് എന്ന് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞതായി ഇബ്നു ഖുദാമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇതിനെ നാം വിശ്വാസത്തിലെടുത്താൽ തന്നെ ബഷീർ സലഫി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാദങ്ങൾക്ക് എതിരാകുന്നു ഇത്. വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തു, അതുകൊണ്ട് മുശ്രിക്കിനെ പുകഴ്ത്താം, വാഴ്ത്താം, പ്രശംസിക്കാം എന്ന് പറയുന്ന വാദത്തിന് ഇത് എതിരാണ്. ഒരാൾ ഒരു ഉപകാരം ചെയ്താൽ അതിന് നന്ദി രേഖപ്പെടുത്താം. അത് പണ്ഡിതന്മാരൊക്കെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുള്ള പ്രത്യുപകാരം എന്ന് പറയുന്നതിൽ പെട്ട ഒരു സംഗതിയാണ്. ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് അതേപോലെ അങ്ങോട്ട് ഉപകാരം ചെയ്യുക. ഇനി അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു നന്ദി രേഖപ്പെടുത്തുക. ആ നിലക്ക് ഇവിടെ അഷ്കുറു ലഹു എന്നാണ്, ഞാൻ മുത്ഇബ് ബിൻ അദിയിന് നബിയോട് ചെയ്ത ആ ഉപകാരത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു എന്നാണ്. അല്ലാതെ ഞാൻ ഏത് മുശ്രിക്കിനെയും കുറിച്ച് പാടാം, പുകഴ്ത്താം, വാഴ്ത്താം എന്നുള്ള നിലക്കുള്ള ഒരു സംസാരമാണിത് എന്ന് ഹസ്സാൻ ബിൻ സാബിത്ത് തന്നെ പറഞ്ഞതായി ഇബ്നു ഖുദാമയും ഉദ്ധരിച്ചിട്ടില്ല. ഇതാണ് വസ്തുത. പക്ഷേ എങ്ങനെ പറഞ്ഞു, സഹീഹാണോ ദഈഫാണോ എന്നൊന്നും നോക്കേണ്ടതില്ല, കിതാബിൽ കണ്ടാൽ മതി എന്നതാണ് ഇപ്പോൾ ബഷീർ സലഫിയുടെ നിലപാട് എന്നാണ് അദ്ദേഹത്തിന്റെ വേറെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഞാൻ പിന്നൊരിക്കൽ വിശദീകരിക്കാം. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെളിവാക്കി കൊണ്ടുവരുന്ന ഇദ്ദേഹത്തോട് അദ്ദേഹം തന്നെ പലപ്പോഴും വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുള്ള ചില സംഭവങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ അബൂജഹലിന് നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നു എന്ന് വിരലുകൾക്കിടയിലൂടെ തണുത്ത പാനീയം നരകത്തിൽ ലഭിക്കുന്നു എന്ന് ബുഖാരിയിലുണ്ട് എന്ന് പറയുന്ന ഖുറാഫികൾ കുട്ടിഘോഷിക്കുന്ന കാര്യത്തെ എന്തിനാണ് എതിർക്കുന്നത്? ഇതും അംഗീകരിച്ചുകൂടെ? സഹീഹുൽ ബുഖാരിയുടെ ചട്ടക്കുള്ളിൽ എഴുതിയ വാചകങ്ങൾക്കിടയിൽ അതുമുണ്ടല്ലോ. അപ്പൊ ബുഖാരിയിലുണ്ട്, സഹീഹോ ദഈഫോ എന്നെനിക്ക് നോക്കേണ്ടതില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതാണ് നിലപാടെങ്കിൽ എന്തുകൊണ്ട് ഇത് അംഗീകരിച്ചുകൂടാ? ബഷീർ സലഫിക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ. അതേപോലെ മറ്റൊരു സംഭവമാണ് സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്, വലൗ അന്നഹും ഇൻളലമു അൻഫുസഹും ജാഊക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ചോദിക്കാമെന്നല്ല, നബിയോട് നേരിട്ട് പൊറുക്കലിനെ തേടണം, പാപം പുറത്തു കിട്ടാൻ എന്ന് ഖുറാഫികൾ ആയത്ത് ഓതുകയും എഴുതുകയും ചെയ്ത് വിശദീകരിച്ചിട്ടുള്ള ദുർവ്യാഖ്യാനിക്കാറുള്ള ആയത്താണ്. ഈ ആയത്തിന് അവർ അവലംബിക്കാറുള്ള തെളിവ് എന്ന് പറയുന്നത് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഇബ്നു കസീർ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഉത്ബിയുടെ കഥയാണ്. അപ്പൊ എന്തിനാണ് ഈ ഉത്ബി കഥയെ എതിർക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ചോദിക്കാൻ ഈ ആയത്തിൽ നിന്ന് ആശയം കിട്ടും എന്ന് ഈ കഥയിൽ ഇബ്നു കസീർ അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഷീർ സലഫിക്ക് ന്യായീകരിച്ചുകൂടെ?
മൂന്നാമത്തെ ഒരു സംഭവം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വരൾച്ചയുണ്ടാവുകയും അപ്പോൾ ഒരു അഅറാബി നബിയുടെ ഖബറിനടുക്കൽ വന്നുകൊണ്ട് പറയുകയും ചെയ്തതായ സ്വപ്നവുമായി ബന്ധപ്പെട്ട കഥകൾ. ഇസ്തസ്ഖിലി ഉമ്മത്തിക, നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ മഴക്ക് തേടണമെന്ന് നബിയോട് പറഞ്ഞു എന്ന് പറയുന്ന സംഭവം. ഇതും എന്തുകൊണ്ടാണ് തെളിവാക്കാൻ പറ്റാത്തത്? നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹമോചനം നടത്തിയതിനു ശേഷം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിവാഹം കഴിക്കുകയുണ്ടായി. അതിന്റെ കാരണങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നു. എന്നാൽ ഇസ്രായേലി കഥകളിൽ തഫ്സീറുകളിൽ തന്നെ അറബിയിൽ എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സെയ്ദ് ബിൻ ഹാരിസയുടെ വീട് സന്ദർശിക്കുകയും അപ്പോൾ സൈനബയെ കാണുകയും അങ്ങനെ സൈനബയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്യാണം കഴിച്ചത് എന്ന്. ഇതും പറയാമല്ലോ, തഫ്സീറിലുണ്ട്, അറബിയിൽ എഴുതിയിട്ടുണ്ട്, ഇന്ന പണ്ഡിതൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയോ, തെറ്റാണെന്ന് പറഞ്ഞോ, അപ്പൊ എന്തുകൊണ്ട് അതിനെ എതിർക്കണം എന്നൊക്കെ ചോദിച്ച് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ എതിർക്കാതിരിക്കുകയും അത് അംഗീകരിക്കുകയും അത്തരം ആശയങ്ങളും സ്വീകരിച്ചുകൂടെ എന്നാണ് ചോദിക്കാനുള്ളത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. താങ്കൾ ഉദ്ധരിച്ച സീറത്ത് ബിൻ ഹിഷാമിൽ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അനുശോചന കാവ്യം പാടി എന്ന് മാത്രമല്ല കരഞ്ഞു എന്ന് കൂടിയുണ്ടല്ലോ. ഇബ്നു ഹിഷാമിലെ വാചകം ഖാല ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു യബ്കി അൽ മുത്ഇമ ഇബ്നു അദി ഹീന മാത. മുത്ഇം ബിൻ അദി എന്ന മുശ്രിക് മരിച്ചപ്പോൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പാടി എന്നാണ്. പിന്നെ കവിത തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ്. അല്ലയോ കണ്ണേ, നീ ഈ ഖൗമിന്റെ നേതാവിനെ ഓർത്ത് കരയുക, നിന്റെ കണ്ണുനീരുകൾ വറ്റിയാൽ നീ രക്തം പൊഴിക്കുക എന്നാണ് ഒന്നാമത്തെ വരി. ഇത് താങ്കൾ പാടിപ്പറഞ്ഞതിലും ഉണ്ട്. അപ്പോൾ ചോദിക്കാനുള്ളത്, കവിത പാടി പുകഴ്ത്താം എന്ന് മാത്രമല്ല മുശ്രിക്കിനെ കരച്ചിലുമാകാം എന്നാണോ? അപ്പൊ ഇത് രണ്ടും സുന്നത്തായിത്തീരുമോ? കരച്ചിൽ രണ്ടു തരം കരച്ചിലുണ്ട്. ഹദീസിൽ അനുവദിക്കപ്പെട്ട കരച്ചിലുണ്ട്, വിലക്കപ്പെട്ട കരച്ചിലുണ്ട്. ഇത് ഏതായിരുന്നാലും താങ്കളുടെ വാദപ്രകാരം വിലക്കപ്പെട്ട കരച്ചിലാവുകയില്ല. കാരണം ഒരു മഹാൻ മരിച്ചതുകൊണ്ട് സങ്കടം കൊണ്ട് തബഈയായ ഒരു കരച്ചിലാവാനാണ് സാധ്യത. അപ്പോൾ പിന്നെ അത് സുന്നത്താണ് എന്ന് കൂടി താങ്കൾ പറയുമോ, അല്ലെങ്കിൽ അനുവദനീയമാണ് എന്ന് കൂടി പറയുമോ? അപ്പോൾ താങ്കൾക്കും താങ്കളുടെ മൂളികൾക്കും പാട്ടും അതോടൊപ്പം കരച്ചിലും കൂടി ഒരു സംഘമായി നിർവഹിച്ചാൽ അതിന് വേറെയും റീച്ച് കിട്ടും. അതുകൊണ്ട് ഈ ജാതി കളവുകളും ദുർബല കഥകൾക്ക് പിന്നാലെ പോകുന്ന നിലപാടുമാണ്. അത്തരമൊരു ഗതികേടിലാണ് ഇയാൾ എത്തിപ്പെട്ടത് എന്നതാണ് ചുരുക്കത്തിൽ